ഹലോ. സോ ഐ ആം ബാക്ക് വിത്ത് ബാക്കു ഡേ 2 വ്ലോഗ്. സോ നമ്മൾ ഡേ 1 പറഞ്ഞ പോലെ അന്ന് നൈറ്റ് ഫുള്ള് സ്നോഫോളായിരുന്നു. സോ രാവിലെ എണീക്കുമ്പോൾ നമ്മുടെ റൂമിൽ നിന്ന് കാണുന്ന സീനറിയാണിത്. കംപ്ലീറ്റ് സിറ്റി കവേർഡ് വിത്ത് സ്നോ ആയിരുന്നു. അടിപൊളി ഒരു വ്യൂ ആയിരുന്നു നമ്മുടെ റൂമിൽ നിന്ന് നോക്കുമ്പോൾ. സോ നമ്മൾ പെട്ടെന്ന് റെഡിയായി പുറത്തേക്ക് ഇറങ്ങി ഇന്നത്തെ ടൂറിന് വേണ്ടിയിട്ട്. ഇപ്പോഴും സ്നോഫോളാണ് ഇവിടെ. ക്ലൈമറ്റ് അറൗണ്ട് ഒരു -2 -3 ഒക്കെ ആയിരുന്നു. ഇപ്പോഴും സ്നോഫോളാണ്. അപ്പോൾ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ ഞങ്ങളുടെ ഹോട്ടലിൻ്റെ ബാക്ക് യാർഡാണിത്. ഒരു ബ്യൂട്ടിഫുൾ പ്ലേസ് ആയിരുന്നു ഇത്. ഇന്നലെ ആക്ച്വലി ഈ പ്ലേസ് കംപ്ലീറ്റ് ഒരു ഗ്രീനായിട്ടാണ് ഇരിക്കുന്നത്. ഇന്ന് മോർണിംഗ് നമ്മൾ നോക്കുമ്പോൾ കംപ്ലീറ്റ് കവേർഡ് വിത്ത് സ്നോ ആണ്. സോ നമ്മുടെ രണ്ടുപേരുടെയും ഫസ്റ്റ് സ്നോഫോൾ ആയിരുന്നു ഇത്. സോ നമ്മൾ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. ഈ സ്നോ എടുത്ത് എറിഞ്ഞ് കളിക്കുന്നതൊക്കെ ഫസ്റ്റ് ടൈമാണ്. അപ്പോൾ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. അടിപൊളിയായിരുന്നു. ഇവിടെ നെയ്ബർഹുഡിലുള്ള പിള്ളേരൊക്കെ വന്ന് ഭയങ്കര കളിയായിരുന്നു ഇവിടെ സ്നോയിൽ. സോ നമ്മൾ നമ്മുടെ കാറ് വെയിറ്റ് ചെയ്ത് നിൽക്കുമായിരുന്നു. അപ്പോൾ നമ്മൾ കുറേ വീഡിയോസും ഫോട്ടോസും എല്ലാം എടുത്തു. ശരിക്കും ഭയങ്കര കാറ്റും തണുപ്പും ഒക്കെ ശരിക്കും മുഖത്തേക്ക് നല്ലോണം അടിക്കുന്നുണ്ട്. പക്ഷേ നമ്മൾ ഈ സ്നോ കണ്ട എക്സൈറ്റ്മെൻറ്റിൽ ആക്ച്വലി തണുപ്പൊന്നും ഒരു പ്രശ്നമേ അല്ലാതായി. അങ്ങനെ നമ്മുടെ ഇന്നത്തെ ടൂറെന്ന് പറയുന്നത്, നമ്മൾ ഫസ്റ്റ് പോകുന്നത് ഗുബസ്ഥാനിലാണ്. പിന്നെ അബ്ഷറോൺ പോകാനാണ് പ്ലാൻ. സോ ആക്ച്വലി ഗുബസ്ഥാനിലൊരു മ്യൂസിയത്തിൽ പോകാനായിട്ടായിരുന്നു നമ്മുടെ പ്ലാൻ. ബാക്കുവിൽ ഈ ഏൻഷ്യൻ റോക്ക് ആർട്ട് ഭയങ്കര ഫേമസ് ആണ്. അപ്പം നമ്മൾ ഈ റോക്ക് ആർട്ട് കാണിക്കുന്ന ഒരു മ്യൂസിയമാണ് ഗുബസ്ഥാൻ മ്യൂസിയം. സോ ഇവിടുത്തെ ഏൻഷ്യൻറ്റ് പണ്ടത്തെ വാരിയേഴ്സും പണ്ടത്തെ ആനിമൽസും അവരുടെ റിമെയിൻസും ആനിമൽസിൻ്റെ റിമെയിൻസും ഫോസിൽസും പിന്നെ പണ്ടത്തെ റോക്ക് ആർട്ടാണ് മെയിനായിട്ട് ഈ മ്യൂസിയത്തിൽ കാണിക്കുന്നത്. നമ്മൾ അങ്ങോട്ടാണ് പോയത്. അവർ എക്സ്പ്ലെയിൻ ചെയ്യുമായിരുന്നു ഇവിടെ എല്ലാ കാര്യങ്ങളും, ആനിമൽസിൻ്റെ കാര്യവും ഒക്കെ അവർ എക്സ്പ്ലെയിൻ ചെയ്യുമായിരുന്നു. ഇവിടെ ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു സംഭവമാണ് ഈ റോക്ക് ആർട്ട് ചെയ്യുന്നത്. ഇവർ സെറ്റ് ചെയ്തിരിക്കുന്ന ഭയങ്കര രസമുണ്ടായിരുന്നു ഇത് കാണാനായിട്ട്. അടിപൊളിയായിരുന്നു. അങ്ങനെ നമ്മളത് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് നേരെ യെനർഡാക്കാണ് പോകുന്നത്. അബ്ഷറോൺ പെനിൻസുല ഫയർ മൗണ്ടനിലേക്കാണ് പോകുന്നത്. നമ്മൾ ബാക്കു പോകണം തീരുമാനിച്ചപ്പോൾ തന്നെ ഇവിടെ പോകണമെന്ന് നമ്മൾ ശരിക്കും ഉറപ്പിച്ചായിരുന്നു. ഇത് ആക്ച്വലി ഒരു മസ്റ്റ് വിസിറ്റ് പ്ലേസ് ആണ്. ബാക്കുവിൽ വരുവാണെങ്കിൽ ഇത് ഫയർ മൗണ്ടൻ ആണ്. സോ ഈ ഫയർ ഇങ്ങനെ എപ്പോഴും ഇവിടെ കത്തിക്കൊണ്ടിരിക്കും, ഇത് അണയത്തേ ഇല്ല. സോ ഇതിൻ്റെ ഹിസ്റ്ററി പറയുന്നത് എന്താണെന്ന് പറഞ്ഞാൽ പണ്ടൊരു ഷെപ്പേർഡ് വന്നിട്ട് ലിറ്റ് ചെയ്തതാണ്. പിന്നെ ഈ ഫയർ ഒരിക്കലും അണയാറില്ല എന്നാണ് പറയുന്നത്. ഇതൊരു നാച്ചുറൽ വണ്ടറാണ് ഇവിടുത്തെ. അവിടെയും നമ്മൾ സ്നോ ഒക്കെ എറിഞ്ഞ് കളിച്ചു കുറേ. പിന്നെ അറൗണ്ട് ഈവനിങ് ആയിരുന്നു ഇവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ. നമ്മൾ പിന്നെ ഫുഡ് കഴിക്കാനായിട്ട് പോയി. ഇതായിരുന്നു നമ്മുടെ ഗൈഡ് കം ഡ്രൈവർ. അപ്പോൾ ഞങ്ങൾ ഒരുമിച്ചാണ് ഫുഡ് കഴിച്ചത്. നമ്മൾ കഴിച്ചത് ഡോൾമ എന്ന് പറഞ്ഞ അവരുടെ ഒരു ഡിഷുണ്ട്. മിൻസ് മീറ്റ് ഒരു വൈൻ ലീവ്സിൽ കവേർഡ് ആയിട്ടുള്ള അത് അടിപൊളിയായിരുന്നു. പിന്നെ മട്ടൺ ചോപ്സും അവരുടെ സ്പെഷ്യൽ റൈസും ഒക്കെ കഴിച്ചു. കബാബ് കഴിച്ചു. ഫിസിക്കാൻ എന്ന് പറഞ്ഞിട്ട് റെസ്റ്റോറൻറ്റ് അടിപൊളി ഫുഡായിരുന്നു. പിന്നെ വൈകിട്ട് ഞങ്ങൾ ഹോട്ടലിൽ വന്നിട്ട് ചുമ്മാ നിസാമി സ്ട്രീറ്റിലോട്ട് ഇറങ്ങി കറങ്ങാനായിട്ട്. ഞാൻ നേരത്തെ വീഡിയോ പറഞ്ഞ പോലെ ഓൾഡ് ബാക്കു സ്ട്രീറ്റിൽ ഞങ്ങൾ പോയായിരുന്നു. അതുപോലെ ബാക്കുവിൻ്റെ ഒരു ന്യൂ ഒരു ഏരിയയാണ് നിസാമി സ്ട്രീറ്റ്. സോ ഇവിടെ ബേസിക്കലി നൈറ്റ് ലൈഫാണ് നിസാമി സ്ട്രീറ്റിൽ. നല്ല രസമുണ്ടായിരുന്നു. നൈറ്റ് വ്യൂ അടിപൊളിയാണ് നിസാമി സ്ട്രീറ്റിൽ. സോ അത് അടിപൊളിയായിരുന്നു. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് നടന്നിട്ട് ചെറുതായിട്ടൊന്ന് ഡിന്നർ കഴിക്കാമെന്ന് വിചാരിച്ചു. വലുതായിട്ട് ഞങ്ങൾ
വിശക്കുന്നില്ലായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഒരു ലൈറ്റ് ഡിന്നർ കഴിക്കാമെന്ന് വിചാരിച്ച് കയറി. ഇവിടെ ബൈറ്റിക് എന്ന് പറഞ്ഞിട്ടൊരു കഫേയിൽ കയറി. സോ നമ്മളിവിടെ വന്നിട്ട് ഏറ്റവും കൂടുതൽ ട്രൈ ചെയ്തത് ഹോട്ട് ചോക്ലേറ്റ് ആണ്. ഹോട്ട് ചോക്ലേറ്റ് അടിപൊളിയായിരുന്നു. ഇവിടെ എവിടെ നിന്ന് ട്രൈ ചെയ്താലും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. സോ ഒരു ഹോട്ട് ചോക്ലേറ്റ് കുടിച്ചു, പിന്നെ ഒരു ലെമണേഡ് കുടിച്ചു, പിന്നെ സാൻഡ്വിച്ചും കഴിച്ചു. അങ്ങനെ നമ്മൾ അതെല്ലാം കഴിഞ്ഞിട്ട് തിരിച്ച് ഹോട്ടലിലേക്ക് പോവുകയാണ്. സോ അത്രയേ ഉള്ളൂ ഇന്നത്തെ ദിവസം. സോ ഐ വിൽ ബി ബാക്ക് വിത്ത് ബാക്കു ഡേ 3 വ്ളോഗ്. ബൈ.